നമസ്കാരം. ടൗൺഷിപ്പ് തറക്കല്ലിടൽ നാളെ ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി നാളെ തറക്കല്ലിടും. ചടങ്ങ് ഉച്ചയ്ക്ക് ശേഷം 3-ന് ബൈപ്പാസിന് സമീപം സർക്കാർ എൽസ്റ്റണിൽ നിന്നും ഏറ്റെടുത്ത ഭൂമിയിൽ. മുഖ്യമന്ത്രിക്ക് പുറമെ റവന്യൂ മന്ത്രിയടക്കം 6 മന്ത്രിമാർ, വയനാട് MP-യും പ്രതിപക്ഷ നേതാവും ചടങ്ങിൽ പങ്കെടുക്കും. എൽസ്റ്റണിൽ നിന്നും ഏറ്റെടുത്ത ഭൂമിയിൽ നിർമ്മിക്കുക 300-ലേറെ വീടുകൾ. വൈത്തിരി പുഴുതനയിൽ നിന്നും MDMA-യുമായി ഒരാൾ പിടിയിലായത് മുട്ടിൽ കുട്ടമംഗലം സ്വദേശി സാജിദ്. 35 ഗ്രാം MDMA ഇയാളുടെ കാറിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. ഈ വർഷത്തെ SSLC പരീക്ഷ സമാപിച്ചു. പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ. വയനാട്ടിൽ ഇത്തവണ പരീക്ഷ എഴുതിയത് 11,640 വിദ്യാർത്ഥികൾ. താമരശ്ശേരി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സമാപന ദിവസം രക്ഷിതാക്കൾ നേരിട്ടെത്തി വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും കൊണ്ടുപോയി. സ്കൂൾ പരിസരങ്ങളിൽ പോലീസ് സുരക്ഷയും. കേണിച്ചിറയിലെ സ്വകാര്യ ഡി-അഡിക്ഷൻ സെന്ററിൽ നിന്നും 63-കാരനെ മർദ്ദിച്ചതായ ആരോപണം. മർദ്ദനമേറ്റത് കുറുമ്പാലക്കോട്ട സ്വദേശിക്ക്. മർദ്ദനത്തിൽ പല്ല് നഷ്ടമായതായി കുര്യാക്കോസ്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. സംഭവം നിഷേധിച്ച് ഡി-അഡിക്ഷൻ സെന്റർ അധികൃതർ. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിന് നാളെ മുഖ്യമന്ത്രി തറക്കല്ലിടും. വൈകുന്നേരം 3-ന് കൽപ്പറ്റ ബൈപ്പാസിന് സമീപം എൽസ്റ്റണിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് തറക്കല്ലിടൽ. പന്തൽ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. മുഖ്യമന്ത്രിക്ക് പുറമെ റവന്യൂ മന്ത്രി അടക്കം 6 മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, വയനാട് MP, MLA-മാർ എന്നിവരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. മഹാദുരന്തം തുടച്ചു നീക്കിയ ചൂരൽമല മുണ്ടക്കൈ കൽപ്പറ്റയിൽ പുനർജനിക്കും. 300-ലേറെ വീടുകളാണ് ഇവിടെ നിർമ്മിക്കുക. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് പദ്ധതിക്ക് നാളെ മുഖ്യമന്ത്രി തറക്കല്ലിടും. കൽപ്പറ്റ ബൈപ്പാസിന് സമീപത്തെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടർ സ്ഥലത്താണ് ടൗൺഷിപ്പ് സ്ഥാപിക്കുക. നാളെ വൈകിട്ട് 3 മണിക്കാണ് തറക്കല്ലിടൽ. 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിൽ ഒറ്റ നിലകളിലായി ക്ലസ്റ്ററുകൾ തിരിച്ചാണ് വീടുകൾ നിർമ്മിക്കുക. വീടുകൾക്ക് പുറമെ പൊതുസ്ഥാപനങ്ങൾ, റോഡ്, അനുബന്ധ സൗകര്യങ്ങൾ, വ്യാപാര വാണിജ്യ സൗകര്യങ്ങൾ എന്നിവയും ടൗൺഷിപ്പിൽ സജ്ജമാക്കും. മന്ത്രിമാരായ K. രാജൻ, OR കേളു, റോഷി അഗസ്റ്റിൻ, K. കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, KB ഗണേഷ് കുമാർ, PM മുഹമ്മദ് റിയാസ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രിയങ്ക ഗാന്ധി MP തുടങ്ങിയവരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക. ഉദ്ഘാടന ചടങ്ങിനായുള്ള പന്തൽ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ്. ഏതാണ്ട് 5000-ഓളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പന്തലാണ് നിർമ്മിക്കുന്നത്. 2024 ജൂലൈ 30-ന് അർദ്ധരാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് പൂർണ്ണമായും ഇല്ലാതായ ചൂരൽമല മുണ്ടക്കൈ ഗ്രാമങ്ങൾക്ക് പുതുജീവൻ നൽകുകയാണ് സർക്കാർ ലക്ഷ്യം. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി നാളെ ടൗൺഷിപ്പിന് തറക്കല്ലിടുമ്പോഴും പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടാനാകാതെ നിരവധി പേർ. പടവെട്ടിക്കുന്ന്, മുണ്ടക്കൈ എസ്റ്റേറ്റ് പാടി, റാട്ടപ്പാടി എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരാണ് ഇനിയും ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്. പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ജില്ലാ കലക്ടറെ സമീപിച്ചിരിക്കുകയാണ് ഇവർ. പുനരധിവാസ പദ്ധതിക്കായി ടൗൺഷിപ്പ് നിർമ്മാണത്തിന് നാളെ മുഖ്യമന്ത്രി തറക്കല്ലിടുമ്പോൾ പട്ടികയിൽ ഉൾപ്പെടാതെ നിരാശയിൽ കഴിയുന്ന നിരവധി ദുരന്തബാധിതരെ കാണാനാകും. ദുരന്ത മേഖലയോട് ചേർന്നുള്ള അപകട സാധ്യതാ മേഖലയിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടാതെ പ്രയാസപ്പെടുന്നത്. എൻ്റെ അനിയൻ്റെ മകന് പോയി. ഞങ്ങൾക്ക് അവിടെ ഇനി നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വീട് വേണം. ഈ ഇതിൽ തന്നെ ഉൾപ്പെടുത്തണം ഞങ്ങളെ. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു വീട് ഉണ്ടാക്കി തരണം. പടവെട്ടിക്കുന്ന്, മുണ്ടക്കൈ എസ്റ്റേറ്റ് പാടി, റാട്ടപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവരാണ് പദ്ധതിയിൽ ഉൾപ്പെടാത്തത്. ഞങ്ങൾക്ക് റോഡ് വേണ്ട, ഏതെങ്കിലും ഒരു വീട് ഞങ്ങൾക്ക് എന്തായാലും ഒരു വീട് വേണം, ആവശ്യമാണ്. ഞങ്ങൾ 2 ആളും വയ്യാത്ത, എൻ്റെ കെട്ടിയവർക്ക് തീരെ വയ്യ. നാളെ തറക്കല്ലിടാനിരിക്കെ ഈ കുടുംബങ്ങൾ ഇന്ന് വീണ്ടും ജില്ലാ കളക്ടറെ കണ്ട് നിവേദനം നൽകി. അവിടെ താമസിക്കാൻ പറ്റില്ല, അതന്നെയാണ്. പിന്നെ അവിടെ എങ്ങനെയാണ് താമസിക്കുക? പിന്നെ ആനയും എല്ലാതും വന്നിട്ട് വീടിൻ്റെ ഒരു 10 സെന്റ് ഒരു വീടുണ്ട്, അതിൻ്റെ ചുറ്റുവട്ടത്തും ആനയൊക്കെ വന്ന് എല്ലാം നശിപ്പിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഈ കുടുംബങ്ങൾ. ടൗൺഷിപ്പ് പദ്ധതിയിൽ നിന്നും പുറത്തായാൽ റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയ ദുരന്ത സാധ്യതാ മേഖലയിലേക്ക് തന്നെ തിരികെ പോകേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബങ്ങൾ. 15 ലക്ഷം രൂപ സ്വീകരിച്ച
നിരവധി പേർ പദ്ധതിയിൽ നിന്നും പുറത്തുപോയതോടെ വന്ന ഒഴിവിലേക്ക് തങ്ങളെ കൂടി പരിഗണിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നാളെ ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകാനും ഇവർ തയ്യാറെടുക്കുന്നുണ്ട്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. വയനാട് MP പ്രിയങ്ക ഗാന്ധി നാളെ മുതൽ 3 ദിവസം മണ്ഡലത്തിൽ പര്യടനം നടത്തും. നാളെ രാവിലെ 8:45 കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രിയങ്ക ഗാന്ധി റോഡ് മാർഗം വയനാട്ടിലെത്തും. രാവിലെ 10:30 പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്ര സന്ദർശനത്തോടെയാണ് മണ്ഡലത്തിലെ പരിപാടികൾക്ക് തുടക്കമാവുക. തുറന്ന് 10:50 പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. 12:10 ഇരളം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയിലും അങ്ങാടിശ്ശേരി സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം, അതിരാറ്റുകുന്ന് ജലസേചന പദ്ധതി, ഇരുത്തിലോട്ടുകുന്ന് ചെക്ക് ഡാം തുടങ്ങിയവയുടെ ഉദ്ഘാടനവും പ്രിയങ്ക നിർവഹിക്കും. ഉച്ചയ്ക്ക് 1:30 മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന വനിതാ സംഗമവും 2:30 മുട്ടിൽ WMS സ്കൂളിൽ നടപ്പിലാക്കുന്ന 1 സ്കൂൾ 1 ഗെയിം പദ്ധതിയും പ്രിയങ്ക ഉദ്ഘാടനം ചെയ്യും. തുറന്ന് 3 മണിക്ക് ടൗൺഷിപ്പ് തറക്കല്ലിടൽ ചടങ്ങിലും പങ്കെടുത്ത ശേഷം വൈകിട്ട് 5:15 മാനന്തവാടി വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലേക്ക് പോകും. വൈത്തിരി പൊഴുതനയിൽ നിന്നും MDMA-യുമായി ഒരാൾ പിടിയിൽ. മുട്ടിൽ കുട്ടമംഗലം സ്വദേശി സാജിദാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 35 ഗ്രാം MDMA പിടികൂടി. കാറിലെത്തിയ പ്രതി പോലീസ് പരിശോധനയിൽ പരിങ്ങിയതോടെ വിശദമായ പരിശോധനയിലാണ് കാറിൽ ഒളിപ്പിച്ചിരുന്ന MDMA പിടികൂടിയത്. വൈത്തിരി പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇയാൾ പിടിയിലായത്. വൈത്തിരി SI അഖിൽ PP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഈ വർഷത്തെ SSLC പരീക്ഷ സമാപിച്ചു. പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. 11,640 വിദ്യാർത്ഥികളാണ് വയനാട്ടിൽ SLC പരീക്ഷ എഴുതിയത്. സമാപന ദിവസം രക്ഷിതാക്കൾ നേരിട്ടെത്തിയാണ് വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ നിന്നും കൊണ്ടുപോയത്. സ്കൂൾ പരിസരങ്ങളിൽ പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു. താമരശ്ശേരി സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. SSLC പരീക്ഷ കഴിഞ്ഞു. പരീക്ഷ പൊതുവെ എളുപ്പമെന്ന് വിദ്യാർത്ഥികൾ. പരീക്ഷ പൊതുവെ നല്ല രീതിയിൽ എഴുതാൻ പറ്റി. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല രീതിയിൽ ഞങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 1-2 വിഷയങ്ങൾ അല്പം കുഴക്കി. മലയാളവും സോഷ്യലും ബാക്കിയൊക്കെ ഈസിയായിരുന്നു, ടൈമൊക്കെ കിട്ടി. കനത്ത ചൂടിനിടയിലാണ് പരീക്ഷ നടന്നത്. ആവശ്യത്തിന് ഇടവേളകൾ നൽകിയായിരുന്നു പരീക്ഷകൾ ക്രമീകരിച്ചിരുന്നത്. വയനാട്ടിൽ 90 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 11,640 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഇത്തവണ വയനാട്ടിൽ വിജയശതമാനം വർദ്ധിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിജയശതമാനം കൂടിയിരുന്നു. ഇത്തവണ അതിനേക്കാൾ മികച്ച വിജയം ഉറപ്പാക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം. താമരശ്ശേരി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രക്ഷിതാക്കൾ നേരിട്ടെത്തിയാണ് കുട്ടികളെ ഇന്ന് വീടുകളിലേക്ക് കൊണ്ടുപോയത്. സ്കൂൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. സ്കൂൾ പരിസരങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കുറുമ്പാലക്കോട്ട സ്വദേശിയായ 63-കാരനെ ഡി അഡിക്ഷൻ സെന്ററിൽ വെച്ച് മർദ്ദിച്ചതായി പരാതി. കുറുമ്പാലക്കോട്ട കൊല്ലങ്കാലായിൽ വീട്ടിൽ കുര്യാക്കോസാണ് കേണിച്ചിറയിലെ സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ക്രൂരമായി മർദ്ദനമേറ്റുവെന്ന് കാണിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. സെല്ലിൽ വെച്ചാണ് മർദ്ദിച്ചതെന്നും മർദ്ദനത്തിൽ പല്ല് നഷ്ടമായെന്നും കുര്യാക്കോസ് പറഞ്ഞു. മദ്യപാനത്തിന് അടിമയായിരുന്ന കുറുമ്പാലക്കോട്ട സ്വദേശി കുര്യാക്കോസിനെ കഴിഞ്ഞ മാസമാണ് കേണിച്ചിറയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുവന്നത്. അവിടെ വെച്ച് ചികിത്സയിലിരിക്കെ പലതവണ ക്രൂരമായി മർദ്ദനമേറ്റുവെന്നാണ് കുര്യാക്കോസ് പറയുന്നത്. എന്നെ വീട്ടിൽ നിന്ന് പോലീസുകാർ പറഞ്ഞിട്ട് കുഴിച്ചുകൊണ്ട് പുറകോട്ട് കെട്ടി. രാത്രി 11-10 മണി കഴിഞ്ഞ പിന്നെ റോട്ടിൽ വീട്ടുകാരി കണ്ട് ഒരു മുണ്ട് കൊടുത്തിട്ടുണ്ട്, ഷർട്ടില്ല, ഒരു കയ്യിലൊരു കൈക്ക് കെട്ടുണ്ട്. റോട്ടിലേക്ക് കയറിക്കൊള്ളുമ്പോൾ അവർ പുറകിൽ ഒരാൾ തള്ളി, ഒരാൾ 2 പേര് കൈ പിടിച്ച് കാറിൽ കയറ്റി അപ്പുറം ഇപ്പുറം ഇരുന്ന് ചോദിച്ചു, ഞാൻ സാറെ എന്തിനാ കൊണ്ടുപോണേ, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, പറ്റില്ല മോശമില്ല എന്നൊന്നും പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പറഞ്ഞു അതൊക്കെ അവർ ചെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. സെല്ലിൽ കൊണ്ടുപോയി മർദ്ദിച്ചതിനെ തുടർന്ന് കേൾവിക്കുറവ് വന്നിട്ടുണ്ടെന്നും തലവേദന തുടങ്ങി ശരീരമാകെ വേദനയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൂടാതെ ജില്ലാ പോലീസ് മേധാവിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ടെന്നും കുര്യാക്കോസ് പറഞ്ഞു. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ചതിന്റെ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്നും ഡി അഡിക്ഷൻ സെന്റർ അധികൃതർ വ്യക്തമാക്കി. മലനാട് ന്യൂസ്, കണിയമ്പറ്റ. മൊബൈലിന് സിഗ്നൽ ഇല്ലാത്തത് വനഗ്രാമത്തിലെ കർഷകർക്ക് ഇരുട്ടടിയാകുന്നു.
നൂൽപ്പുഴ മുത്തങ്ങ കുമഴി വനഗ്രാമത്തിലാണ് മൊബൈൽ കവറേജ് ഇല്ലാത്തത് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇതോടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറംലോകവുമായി ബന്ധപ്പെടാൻ പോലും പ്രദേശവാസികൾക്ക് കഴിയുന്നില്ല. മുത്തങ്ങയിൽ നിന്നും 2.5 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചു വേണം കുമഴി എന്ന വനഗ്രാമത്തിലെത്താൻ. ഗോത്ര കുടുംബങ്ങളടക്കം 100 കണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. എന്നാൽ മൊബൈൽ സിഗ്നൽ ഇവിടെ കൃത്യമായി ലഭിക്കാറില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ സിഗ്നൽ കിട്ടുന്ന സ്ഥലം ആദ്യം കണ്ടെത്തണം. ഗ്രാമത്തിൽ 2-3 സ്ഥലത്തു മാത്രമാണ് മൊബൈലിന് സിഗ്നൽ ലഭിക്കുക. അതും ചെറിയ തോതിലുള്ള സിഗ്നൽ മാത്രം. ഇവിടെ മൊബൈലിന് ടവറില്ല, ഒന്നുമില്ല. ഒരു അത്യാവശ്യ കേസ് വിളിക്കണമെങ്കിലും ഏതെങ്കിലും റേഞ്ച് തപ്പിപ്പോയി വേണം വിളിക്കണമെങ്കിൽ. മൃഗങ്ങളാണെങ്കിൽ ഒട്ടുക്കത്തെ ശല്യമാണ്. കാരണം എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് റേഞ്ച് വരെയില്ല. ഒരാളെ വിളിച്ചറിയിക്കണമെങ്കിൽ, ഒരു മൃഗങ്ങൾ വന്നാൽ തന്നെ വിളിച്ചറിയിക്കാനോ ഒന്നും ഒരു രക്ഷയില്ല. സിഗ്നൽ കൃത്യമായി ലഭിക്കാത്തതിനാൽ സംസാരിക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കാനും കഴിയില്ല. രാപ്പകൽ ഭേദമന്യേ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന പ്രദേശമാണിവിടം. അതിനാൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറംലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ മൊബൈൽ കവറേജ് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ താമസക്കാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, ബത്തേരി. പനമരം, കോട്ടത്തറ പഞ്ചായത്തുകളിലായി ജില്ലയുടെ മധ്യഭാഗത്ത് കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന കുറുമ്പാലക്കോട്ട മലയിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു. വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ മല ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിനോ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഇല്ലാതിരുന്നിട്ടും മലമുകളിലെ മായക്കാഴ്ചകൾ നുകരാനെത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. വിദേശ വിനോദസഞ്ചാരികൾക്ക് പുറമെ ഒഴിവു ദിവസങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം സഞ്ചാരികളുടെ ഒഴുക്കാണ് മലമുകളിലേക്ക്. സൺറൈസ് വാലി കഴിഞ്ഞാൽ സൂര്യോദയം കാണാൻ പറ്റിയ സ്ഥലമെന്നതാണ് കുറുമ്പാലക്കോട്ട സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാകാൻ കാരണം. അധികം ഉയരം തോന്നിക്കാത്ത, എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയുന്നത്ര ഉയരമുള്ള മലയുമാണിത്. മഞ്ഞുമേഘങ്ങൾ മൂടിയ ഭൂമിയും അകലെ തല ഉയർത്തി നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളും ഉദിച്ചുയരുന്ന സൂര്യനും സഞ്ചാരികളുടെ മനം നിറയ്ക്കും. എന്നാൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ DTPC ഉൾപ്പെടെയുള്ള അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ഇവിടെ ഈ കുറുമ്പാലക്കോട്ട ടൂറിസമായിട്ട് തുടങ്ങിയിട്ട് 7 വർഷക്കാലത്തോളമായി. ഇതുവരെ DTPCയോ ടൂറിസം കൗൺസിലോ ഇതുവരെ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ആരും കൂടി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ പല പ്രാവശ്യം ടൂറിസത്തിലും DTPC ഒക്കെ ആയിട്ട് ബന്ധപ്പെടുകയും ഇവിടെ നാട്ടുകാർക്കൊക്കെ ഒരു നല്ലൊരു ഉപജീവന മാർഗമായിരുന്നു. ദിവസവും 10,000 പേരോളം എല്ലാ ദിവസവും ഇവിടെ വന്ന് ഈ സൺറൈസും സൺസെറ്റും കണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഈ മാപ്പിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ടൂറിസ്റ്റുകൾ പറ്റ കുറവാണ്. അതിനുള്ള ഒരു സൗകര്യങ്ങളും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും പഞ്ചായത്തോ DTPCയോ ടൂറിസമോ ഒന്നും ചെയ്തിട്ടില്ല. സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും പോലും മലമുകളിലില്ല. മല കയറുന്ന സഞ്ചാരികൾക്കായി ശുചിമുറികളും ഇരിപ്പിടങ്ങളും ആവശ്യത്തിന് സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയായില്ല. പ്രദേശം ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെടുത്തുന്നതിനോ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രമോഷൻ കൗൺസിലും തയ്യാറാകുന്നില്ല. ഇനിയെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ ഉണർന്നു പ്രവർത്തിച്ച് കുറുമ്പാലക്കോട്ട മല മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, പനമരം. റംസാൻ കാലത്ത് ഇഫ്താർ വിരുന്നുകളിൽ എന്നും ശ്രദ്ധിക്കപ്പെടുന്നത് അതിലെ വിഭവങ്ങൾ കൊണ്ടാണ്. എന്നാൽ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവങ്ങളിലൊന്നാണ് ഈത്തപ്പഴം. ഈത്തപ്പഴം ഉപയോഗിച്ചാണ് മതവിശ്വാസികൾ നോമ്പ് തുറക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. കടൽ കടന്ന് കേരളത്തിലെത്തിയ അറബികളുടെ ഇഷ്ടഭക്ഷണമായിരുന്നു ഈത്തപ്പഴം. വ്യാപാരാവശ്യങ്ങൾക്ക് അറബികൾ ലോകം ചുറ്റുമ്പോൾ ഈത്തപ്പഴവും കാരക്കയും എപ്പോഴും കപ്പലിൽ സൂക്ഷിച്ചു വയ്ക്കും. മറ്റേത് ഫലത്തേക്കാൾ കൂടുതൽ ഈത്തപ്പഴത്തിന് ഇസ്ലാം മത വിശ്വാസികൾക്കിടയിൽ സ്ഥാനമുണ്ട്. ഖുർആനിൽ 22 തവണയാണ് ഈത്തപ്പഴത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. പ്രവാചകൻ മുഹമ്മദ് നബി റംസാൻ മാസത്തിൽ ഈത്തപ്പഴം കഴിച്ച് നോമ്പ് തുറക്കാറുണ്ടായിരുന്നു. ഈത്തപ്പഴം നല്ലൊരു ചെലവുണ്ടായിരുന്നു പ്രാവശ്യം. പിന്നെ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഈത്തപ്പഴത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. റസൂല് പറഞ്ഞത് ഈത്തപ്പഴത്തിനെ പറ്റിയിട്ട് നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. അത് ആരോഗ്യത്തിനും തന്നെ നല്ലൊരു കാര്യമാണ്. പിന്നെ മാസത്തിൽ നോമ്പ് തുറക്കുന്നതിൽ ആദ്യവും ഒരുവിധ ആളുകളൊക്കെ ഈത്തപ്പഴം കൊണ്ടാണ്. അതൊരു സുന്നത്തും കൂടെയാണ്. ഈത്തപ്പഴം കഴിച്ച് നോമ്പ് തുറക്കുന്നത് വിശ്വാസികൾക്ക് ക്ഷേമവും അതോടൊപ്പം അനുഗ്രഹവും കൈവരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ വിവിധതരം ഈത്തപ്പഴം ഇപ്പോൾ ലഭ്യമാണ്.
ഇസ്ലാം മതവിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായ മക്കയിലും മദീനയിലും സന്ദർശിക്കുമ്പോൾ അവരെ വരവേൽക്കുന്നത് ഇതേ വിഭവം കൊണ്ട് തന്നെയാണ്. ഷമീർ നെടുമ്പാല, മലനാട് ന്യൂസ്, മേപ്പാടി. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം ഇന്ന് 12ാം ദിവസത്തിലേക്ക്. ചേരങ്കോട് ഇല്ലത്തു നിന്നും ദേവിയുടെ തിരുവാഭരണങ്ങൾ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെത്തിക്കുന്ന ഒപ്പനവരവ് നടത്തി. ഇതോടെ ദേവിയുടെ തിരുവാഭരണങ്ങൾ ദർശിക്കാൻ ഭക്തർക്ക് അവസരമൊരുങ്ങി. ഇന്നലെ വൈകുന്നേരമാണ് ദേവിയുടെ ദിവ്യരൂപങ്ങളടങ്ങിയ ഒപ്പനക്കോപ്പുകൾ 15 കിലോമീറ്ററോളം അകലെയുള്ള ചേരങ്കോട്ട് ഇല്ലത്തിൽ നിന്നും വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെത്തിക്കുന്ന ചടങ്ങായ ഒപ്പനവരവ് നടന്നത്. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് ഇത്. ചടങ്ങിൽ പങ്കെടുക്കാൻ ഒട്ടേറെ ഭക്തജനങ്ങൾ ക്ഷേത്ര പരിസരത്തെത്തിയിരുന്നു. മേൽശാന്തി ശ്രീജേഷ് നമ്പൂതിരി ചേരങ്കോട്ടെ ഇല്ലത്തിൽ നിന്നും ഓടിയും നടന്നും വൈകിട്ട് 6 മണിയോടെയാണ് ഒപ്പനക്കോപ്പുമായി കാവിലെത്തിയത്. തുടർന്ന് താഴേക്കാവിലെ പാട്ടുപുരയിൽ പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം ഒപ്പനക്കോപ്പുകൾ സൂക്ഷിച്ചു. ആറാട്ട് എഴുന്നള്ളത്തിനു ശേഷം ഭക്തജനങ്ങൾക്ക് ഒപ്പനക്കോപ്പുകൾ ചുരുങ്ങിയ സമയത്തേക്ക് ദർശിക്കാൻ അവസരമൊരുക്കിയിരുന്നു. വരും ദിവസങ്ങളിലും ഒപ്പനക്കോപ്പുകൾ ദർശിക്കാൻ ഭക്തർക്ക് അവസരമുണ്ടാകും. അവിടുത്തെ മേൽശാന്തി, പണ്ടുള്ളൊരു മേൽശാന്തി, വലിയ ഉത്സവത്തിന് വലിയ ജനക്കൂട്ടം കൂടുമ്പോൾ ദേവിയെ നേരിൽ കാണാനുള്ള ഒരു അവസരമുള്ള പ്രാർത്ഥനയുടെ ഭാഗമായി അദ്ദേഹത്തിന് അരുളിപ്പുറപ്പുണ്ടായി. ചേരങ്കോട് ഇല്ലത്ത് ഒരു അന്തർജനം അതിൻ്റെ മന്ത്രം ഉരുവിട്ട് ഒപ്പന കോപ്പ് കെട്ടിത്തരും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മേൽശാന്തി വ്രതാനുഷ്ഠത്തോടുകൂടി താഴെ കാവിൽ പാട്ടുപുരയിൽ ധ്യാനത്തിനിരിക്കുകയും 10ാം തീയതി ഒപ്പനവരവ് നടന്നതോടെ കാവും പരിസരവും കൂടുതൽ ജനനിബിഡമായിട്ടുണ്ട്. മലനാട് ന്യൂസ്, മാനന്തവാടി. വള്ളിയൂർക്കാവ് ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. വള്ളിയൂർക്കാവ് ഉത്സവത്തിന് എത്തേണ്ടവരുൾപ്പെടെ ബസ് കാത്തു നിൽക്കുന്നത് നടപ്പാതകളിൽ. താൽക്കാലിക സംവിധാനം പോലും ഒരുക്കാത്തത് അധികൃതരുടെ അനാസ്ഥയെന്ന് പരാതി. മാനന്തവാടി നഗരത്തിലെ ഏറ്റവും പ്രധാന ജംഗ്ഷനുകളിലൊന്നായ മാനന്തവാടി വള്ളിയൂർക്കാവ് ജംഗ്ഷനിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തതിനാൽ യാത്രക്കാർ വലയുന്നത്. വള്ളിയൂർക്കാവ് ഉത്സവത്തിൽ പങ്കെടുക്കാൻ ടൗണിലെത്തുന്ന ഒട്ടേറെ ആളുകൾക്കാണ് പൊരിവെയിലിൽ റോഡരികിൽ ബസ് കാത്തു നിൽക്കേണ്ട അവസ്ഥയുള്ളത്. മുൻപ് താൽക്കാലികമായി ഇവിടെ ഷെഡ് സ്ഥാപിച്ചിരുന്നെങ്കിലും റോഡ് പ്രവൃത്തികളുടെ ഭാഗമായി പൊളിച്ചു മാറ്റുകയായിരുന്നു. ഏറെ സമയം ഇവിടെ നിൽക്കുന്നതിനാൽ രോഗികൾക്കും പ്രായമായവർക്കും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതിലേക്ക് വരുന്ന ബസ് കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് മാനന്തവാടി ടൗണിൽ നിന്ന് വള്ളിയൂർക്കാവിലേക്ക് വരാൻ വളരെ കഠിനമായ വെയിൽ കൊണ്ടാണ് അവിടെ സഞ്ചാരികൾ അവിടെ നിൽക്കുന്നത്. ആകയാൽ ഏതെങ്കിലും വിധത്തിൽ ഒരു തണലിൻ്റെ സംവിധാനം അവിടെ ഒരുക്കി തരണമെന്ന് ആണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ഇതിനു സമീപത്തായി സ്വകാര്യ വ്യക്തി നിർമ്മിച്ച കെട്ടിടത്തിന്റെ വരാന്തയിലായിരുന്നു ആളുകൾ നിന്നിരുന്നത്. എന്നാൽ കെട്ടിട ഉടമ നെറ്റ് കെട്ടി മറച്ചതോടെ ബസ് കാത്തിരിക്കാൻ യാത്രക്കാർക്ക് മറ്റു മാർഗങ്ങളുമില്ലാതെയായി. താൽക്കാലിക സംവിധാനമെങ്കിലും ഒരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അതേസമയം ആവശ്യമായ സ്ഥലം ലഭിക്കാത്തതാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ തടസ്സമെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. മലനാട് ന്യൂസ്, മാനന്തവാടി. വള്ളിയൂർക്കാവ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പരിസരത്ത് ഇരുമ്പു കമ്പികൾ അപകട ഭീതി ഉയർത്തുന്നതായി പരാതി. ഉത്സവ തിരക്കേറുന്നതിനാൽ അപകട സാധ്യത ഉടൻ ഒഴിവാക്കണമെന്ന് നാട്ടുകാർ. വള്ളിയൂർക്കാവ് ഓട്ടോ സ്റ്റാൻഡിന് സമീപം ആൽമരത്തോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരത്തിന്റെ ഇരുമ്പു കമ്പികളാണ് യാത്രക്കാരെയും കാവ് പരിസരത്തെത്തുന്നവരെയും അപകട ഭീതിയിലാക്കുന്നത്. കഴിഞ്ഞ 11ാം തീയതി പ്രതിയുമായി പോവുകയായിരുന്ന പോലീസ് വാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരം തകർന്നത്. പ്രദേശത്തെ വഴിയോര കച്ചവടക്കാരൻ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇവിടെ ഒരു വലിയ അപകടം നടന്ന സ്ഥലമാണ്. ഒരാൾ മരിക്കുകയുണ്ടായി. അപ്പോൾ അമ്പലക്കാരോട് ഇതിൻ്റെ ചെയ്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിതുവരെ ചെയ്തിട്ടില്ല. ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ഇനിയിപ്പോൾ ആൾ കൂടുതലായി വരുന്ന സ്ഥലങ്ങളാണ്. അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് അവർക്കത് അതിൻ്റെ നടപടി സ്വീകരിക്കണമെന്ന്. ഭണ്ഡാരം സ്ഥലത്തു നിന്നും നീക്കം ചെയ്തെങ്കിലും കമ്പികൾ നീക്കം ചെയ്തിരുന്നില്ല. വള്ളിയൂർക്കാവ് ഉത്സവ ദിവസങ്ങളിൽ ഈ ഭാഗത്ത് വലിയ ജനത്തിരക്കുണ്ടാകാറുണ്ട്. സുരക്ഷാ മുൻകരുതലുകളൊന്നും ഇവിടെ ഒരുക്കിയിട്ടില്ല. തിരക്കിൽ റോഡിൽ നിന്നും യാത്രക്കാർ അബദ്ധത്തിൽ വീണാൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് നാട്ടുകാർ പറയുന്നു. കമ്പികൾ നീക്കം ചെയ്ത് ഉടൻ അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, മാനന്തവാടി. ഇനി കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 430, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 266 രൂപ.
കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 685, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 675 രൂപ, നേന്ത്രക്കായ് കിലോയ്ക്ക് 48 രൂപ, ഇഞ്ചി ചാക്കിന് 1400, ചേന ചാക്കിന് 3100, റബ്ബർ കിലോയ്ക്ക് 187 രൂപ, സ്വർണം പവന് 65,560 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി നാളെ തറക്കല്ലിടും. ചടങ്ങ് ഉച്ചയ്ക്ക് ശേഷം 3-ന് ബൈപ്പാസിന് സമീപം സർക്കാർ എൽസ്റ്റണിൽ നിന്നും ഏറ്റെടുത്ത ഭൂമിയിൽ. മുഖ്യമന്ത്രിക്ക് പുറമെ റവന്യൂ മന്ത്രിയടക്കം 6 മന്ത്രിമാർ, വയനാട് MP-യും പ്രതിപക്ഷ നേതാവും ചടങ്ങിൽ പങ്കെടുക്കും. എൽസ്റ്റണിൽ നിന്നും ഏറ്റെടുത്ത ഭൂമിയിൽ നിർമ്മിക്കുക 300-ലേറെ വീടുകൾ. വൈത്തിരി പുഴുതനയിൽ നിന്നും MDMA-യുമായി ഒരാൾ പിടിയിലായത് മുട്ടിൽ കുട്ടമംഗലം സ്വദേശി സാജിദ്. 35 ഗ്രാം MDMA ഇയാളുടെ കാറിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. ഈ വർഷത്തെ SSLC പരീക്ഷ സമാപിച്ചു. പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ. വയനാട്ടിൽ ഇത്തവണ പരീക്ഷ എഴുതിയത് 11,640 വിദ്യാർത്ഥികൾ. താമരശ്ശേരി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സമാപന ദിവസം രക്ഷിതാക്കൾ നേരിട്ടെത്തി വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും കൊണ്ടുപോയി. സ്കൂൾ പരിസരങ്ങളിൽ പോലീസ് സുരക്ഷയും. കേണിച്ചിറയിലെ സ്വകാര്യ ഡി-അഡിക്ഷൻ സെന്ററിൽ നിന്നും 63-കാരനെ മർദ്ദിച്ചതായ ആരോപണം. മർദ്ദനമേറ്റത് കുറുമ്പാലക്കോട്ട സ്വദേശിക്ക്. മർദ്ദനത്തിൽ പല്ല് നഷ്ടമായതായി കുര്യാക്കോസ്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. സംഭവം നിഷേധിച്ച് ഡി-അഡിക്ഷൻ സെന്റർ അധികൃതർ.